അപ്പോൾ അവരെ കാണാൻ പോണം. ഹലോ, എൻ്റെ അനിയത്തി ഖത്തറിലാണ്. അപ്പോൾ അവളിപ്പോൾ ദുബായിലേക്ക് കുറച്ച് ദിവസത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അവരെ കാണാൻ പോകണം. പിന്നെ വേറെ കസിൻസ് ഉണ്ട്. അപ്പോൾ അവരെയൊക്കെ കാണാൻ പോകുന്നതും പിന്നെ എന്തൊക്കെയാണ് വഴിയിലുണ്ടാകുന്ന വിശേഷങ്ങളും ഒക്കെ ഉള്ളത്, പോണ വഴിക്കുള്ളത് എന്തൊക്കെയാണെന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ തിരക്കായതുകൊണ്ട് വലിയ ഇൻട്രോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇറങ്ങുമ്പോൾ കുറച്ച് ലേറ്റായി. നമ്മൾ വിചാരിച്ചതിനേക്കാളും ടൈം കുറേ ലേറ്റായിട്ടാണ് ഇപ്പോൾ നമ്മൾ ഇറങ്ങുന്നത്. അപ്പം ഇനി പോണ വഴിക്കുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പോകുമ്പോൾ ഓരോന്നായിട്ട് കാണിച്ചു തരാം. എപ്പോഴത്തെ പോലെയും കാലത്ത് എപ്പോൾ ഇറങ്ങാമെന്ന് വിചാരിച്ചു, അതിനേക്കാളും ഒരു മണിക്കൂറൊക്കെ ലേറ്റായിട്ടാണ് കേട്ടോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ പോണ വഴിക്ക് പെട്രോൾ അടിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പണികളൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ അവിടെ നിന്ന് കഴിക്കാനായിട്ട് ചെറുതായിട്ട് വാങ്ങിച്ചു. ഉച്ച ആയതുകൊണ്ട് തന്നെ നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ, നല്ല ചൂടുണ്ട്. പിന്നെ നമ്മൾ ഇരിക്കുന്നുണ്ടെങ്കിലും കുട്ടികൾ കയറിയിട്ട് അവർക്ക് ഈ ചൂടും പിന്നെ കാറിനുള്ളിൽ എ സിയുടെ ഇതും കാരണം പെട്ടെന്ന് തന്നെ ഉറങ്ങിപ്പോയി. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവർ നല്ല ഉറക്കമായി രണ്ടാളും. ഹലോ, നമ്മളങ്ങനെ ഇറങ്ങിയിട്ട് കുറച്ച് നേരം ആയിട്ടുണ്ട്, പക്ഷേ ഇതുവരെ എത്തിയിട്ടില്ല. നമ്മൾ ഓൾറെഡി ഇറങ്ങിയപ്പോൾ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം എത്താൻ ഇനിയും ലേറ്റ് ആവും. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഒന്ന് കുട്ടികൾക്കൊക്കെ ഒന്ന് ഇറങ്ങാനും ഒന്ന് ചെറിയ ജ്യൂസും കാര്യമൊക്കെ ഒന്ന് മേടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നമ്മൾ നിർത്തിയിട്ടിരിക്കുകയാണ്. പിള്ളേർ പിന്നെ ചെറിയൊരു ഉറക്കമൊക്കെ കഴിഞ്ഞു കാറിലിരുന്നിട്ട്. അപ്പോൾ അങ്ങനെയാണ്. ഇനി പുറത്ത് നല്ല ചൂടുണ്ട്. നല്ല ചൂടുള്ളത് നമ്മൾ കാറിലങ്ങി ഇരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഫീല് വരുന്നുണ്ട്. നല്ല ചൂടുണ്ട്. കാറിലായാലും ഇങ്ങനെ ട്രാവൽ ചെയ്യാൻ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ കുറേ നേരമായാലും നമുക്ക് വണ്ടിയിൽ ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് ഒരു വിഷമമില്ല. കാരണം എനിക്കിങ്ങനെ വണ്ടിയിൽ എത്ര നേരം വേണമെങ്കിലും ഇങ്ങനെ എന്താ പറയുക പോകാനായിട്ട് യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലായതുകൊണ്ട് അതൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഈ സമയമായതുകൊണ്ട് നല്ല ചൂടാണ്. കാരണം കണ്ണൊക്കെ ഇങ്ങനെ പുളിക്കണ പോലെ അങ്ങനത്തെ ഒരു ഫീലാണ് വരുന്നത്. ചൂടിൻ്റെ ഇത് മാത്രമേ ഉള്ളൂ. കുറച്ചുകൂടി ഒരു ഈവനിങ് ആയിട്ടുള്ള സമയമൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ചൂട് കുറഞ്ഞ സമയത്ത് ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് ആ ബുദ്ധിമുട്ട് തോന്നില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു വിഷമമുണ്ടെന്ന് മാത്രം. അപ്പോൾ അവരെ കാണുന്നതൊന്നും എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റില്ല. കണ്ട സമയത്ത് നമ്മൾ അവരെല്ലാവരും കുട്ടികളായാലും നല്ല എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ അവരുടെ വർത്താനം കളികളൊക്കെ കാരണം വീഡിയോ എടുക്കാൻ മറന്നു പോയിട്ടോ. അങ്ങനെ നമ്മളൊരു ഈവനിങ് ഒക്കെ ആയപ്പോൾ ചായ കുടിക്കാമെന്നുള്ള പ്ലാനിൽ നമ്മൾ അവിടുത്തെ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി. അങ്ങനെ ചായയൊക്കെ മേടിച്ചു. പിന്നെ ചായക്ക് പറ്റിയ 4 മണി പലഹാരങ്ങൾ, കടലുപ്പേരി, അതുപോലെ തന്നെ ചേമ്പിൻ്റെ ഒരു നാളികേര ചട്നിയൊക്കെ ആയിട്ടൊരു ഐറ്റം, അങ്ങനെ കുറച്ച്. പിന്നെ എല്ലാവരും ഫുഡ് കഴിക്കുന്നതിൻ്റെ ആ ഒരു തിരക്കിലായിരുന്നു. നമ്മൾ ചായ കുടിക്കാൻ കയറിയത് നമ്മുടെ കുറച്ച് കസിൻസും കൂടിയും എത്താനുണ്ട്. അപ്പോൾ അവരെ വെയിറ്റ് ചെയ്യുന്ന ആ ഒരു സമയമുള്ളതുകൊണ്ടാണ് നമ്മൾ ചായ കുടിക്കാനായിട്ട് കയറിയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെല്ലാവരും കൂടി പിന്നെ ഡിന്നർ വേറെ പുറത്തുനിന്ന് കഴിച്ചു. ഇത് ചെറുതായിട്ട്. അങ്ങനെ നമ്മുടെ ചെറുതായിട്ടുള്ള ഫുഡടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ കസിൻസിനെ മീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ പോയി. അങ്ങനെ അവരെയൊക്കെ കണ്ടിട്ട് നമ്മൾ ഫുഡ് അങ്ങനെ എല്ലാവരും കൂടെ പുറത്തുനിന്ന് കഴിച്ച് കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരുന്ന് അങ്ങനെ പിള്ളേരുടെ ചെറിയ ബഹളവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് പിന്നെ അബുദാബിയിലോട്ട്. നമ്മൾ ഈ ഫുഡ് കഴിക്കാൻ പോയ സമയമായപ്പോൾ തന്നെ അത്യാവശ്യം ലേറ്റ് ആയിട്ടോ. ഞങ്ങളുടെ കാറ് നമ്മൾ പറഞ്ഞ ലൊക്കേഷനിലേക്ക് എവിടെയോ നമ്മുടെ മാപ്പ് തെറ്റിപ്പോയി. നമ്മുടെ ലൊക്കേഷൻ മാറിപ്പോയിട്ട് കുറച്ച് ലേറ്റായിട്ടാണ് നമ്മൾ അങ്ങോട്ട് എത്തിയത് തന്നെ. അങ്ങനെ പിന്നെ നമ്മൾ അവിടെ നിന്ന് പാർക്കിലോട്ടും പോയി. അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പം നമ്മുടെ തിരിച്ചിറങ്ങിയപ്പോൾ അത്യാവശ്യം ലേറ്റായി. നമ്മളൊരു സാറ്റർഡേ ആണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഇത്ര ലേറ്റ് ആയാലും വലിയ പ്രശ്നമില്ലാത്തത്. കാരണം പിന്നെ സൺഡേ പിന്നെ നമുക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ, ഓഫീസും സ്കൂളൊന്നും ഇല്ലാത്ത കാരണമാണ് നമ്മൾ സാറ്റർഡേ പോയത്. അത്യാവശ്യം ലേറ്റ് ആയിട്ടോ നമ്മൾ പിന്നീട് വീട്ടിലൊക്കെ എത്തിയപ്പോൾ. അപ്പോൾ ഇതൊരു കുട്ടി വ്ളോഗാണ്. അബുദാബിയിൽ നിന്ന് ദുബായിലേക്ക് പോയ ഒരു ദിവസത്തെ ഒരു കുഞ്ഞൊരു വ്ളോഗ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.